നമസ്കാരം. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ഉപതിരഞ്ഞെടുപ്പ് ആവേശത്തിലാണ് കേരളം. പാലക്കാടും വയനാടും ഉൾപ്പെടെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെല്ലാം തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു. ഇതിൽ വയനാട്ടിലേക്ക് പ്രിയങ്ക ഗാന്ധിയാണ് കോൺഗ്രസിന് വേണ്ടി ഉണ്ടാകുക എന്ന തീരുമാനമെല്ലാം പുറത്തു വന്നു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള പാർട്ടിയുടെ തീരുമാനങ്ങളാണ് അറിയാനുള്ളത്. വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പ് ആവേശമാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ചർച്ചാവിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ പോലും ഈ ഒരു സാഹചര്യത്തിൽ പാലക്കാടും ഒട്ടും പിറകിലില്ലാത്ത സ്ഥിതിയിലാണ്. പാലക്കാട് കോൺഗ്രസ് വക വലിയൊരു സസ്പെൻസ് ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വലിയൊരു സർപ്രൈസ് ആണ് ഒരുങ്ങുന്നത് എന്ന തരത്തിൽ വാർത്തകൾ വരുന്നുണ്ട്. ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് സെലിബ്രിറ്റി മുഖങ്ങളെ ഇറക്കി വിജയക്കൊടി പാറിക്കാനുള്ള തന്ത്രം ഇറക്കിയ BJP-യെയും LDF-നെയും പോലെ തന്നെ കോൺഗ്രസും അവരുടെ ചുവട് അത്തരത്തിൽ ഒന്നാക്കാനുള്ള തീരുമാനമാണ് പാലക്കാട് നിന്ന് വരുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. കോൺഗ്രസിന് വേണ്ടിയുള്ള സെലിബ്രിറ്റി മുഖമായി നടനും കോമഡി ആർട്ടിസ്റ്റുമായ പിഷാരടിയെ രമേശ് പിഷാരടിയെ ഇറക്കുന്നു എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഷാഫി പറമ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ നിന്ന് മത്സരിച്ച് അവിടെ വിജയിച്ചതോടെയാണ് പാലക്കാട് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടത്താൻ പോകുന്നത്. ഷാഫിയോളം ഇല്ല എങ്കിൽ പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ കോൺഗ്രസ് പ്രചാരണത്തിന് സജീവമായി നിൽക്കുന്ന രമേശ് പിഷാരടി മത്സരത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ കോൺഗ്രസിന് അത് പ്രയോജനം ചെയ്യും എന്നുള്ള നിലപാടിലാണ് പാർട്ടി എന്നതാണ് വിലയിരുത്തൽ. എന്തായാലും കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എതിരെ അടക്കം അതിശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയ പിഷാരടിയെ പാർട്ടി മത്സരത്തിന് ഇറക്കിയേക്കുമെന്നുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അത് മാത്രമല്ല, ഇത്തരത്തിൽ കോൺഗ്രസ് തങ്ങളുടെ തീരുമാനം വലിയൊരു സർപ്രൈസ് ആക്കി ഒരുക്കി വെച്ചിരിക്കുമ്പോൾ അതിനെതിരെ അതിശക്തമായി തന്നെ പോരാടാൻ വേണ്ടി മത്സരമുഖത്തേക്ക് ശക്തമായിട്ടുള്ള നേതാക്കളെ ഇറക്കാൻ തന്നെയാണ് എതിർ പാർട്ടികളും തീരുമാനിക്കുക എന്ന കാര്യം ഉറപ്പ്. അതിൽ BJP-യെ സംബന്ധിച്ച് ഈ ഉപതിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കുറച്ചധികം പ്രാധാന്യം ഏറി നിൽക്കുന്ന തന്നെയാണ്. അതായത് സുരേഷ് ഗോപി കേരളത്തിൽ BJP-ക്ക് വേണ്ടി വോട്ട് തുറന്നു കൊടുത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അത് അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് തന്നെ, പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഏറ്റവും അടുത്ത തെരഞ്ഞെടുപ്പായി ഇപ്പോൾ പാലക്കാട് ഉൾപ്പെടെയുള്ള ഉപതെരഞ്ഞെടുപ്പ് മാറുമ്പോൾ അത് BJP-യെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പായി തന്നെയാണ് കാണാൻ സാധിക്കുക. അതിനാൽ മത്സരം BJP-യെ സംബന്ധിച്ച് കടുപ്പിക്കാനാണ് BJP നേതാക്കളുടെ തീരുമാനം. അതിലൊരു സംശയവും വേണ്ട. നിലവിൽ മത്സരിച്ചെടുത്തെല്ലാം വോട്ട് ഉയർത്തി നൽകിയിട്ടുള്ള ശോഭാ സുരേന്ദ്രനെ BJP-ക്ക് വേണ്ടി രംഗത്തിറക്കാൻ അതുകൊണ്ട് തന്നെ തീരുമാനിച്ചേക്കാം എന്നുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇത്തവണ ശോഭ മത്സരിച്ചു കഴിഞ്ഞാൽ മണ്ഡലം പിടിക്കാനാകുമെന്ന് കരുതുന്നവരാണ് പാർട്ടിയുള്ളത്. പ്രത്യേകിച്ച് രമേശ് പിഷാരടിയാണ് എതിർവശത്തുള്ളത് എന്നത് കൂടെ പരിഗണിക്കുമ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ നേട്ടം ഊർജ്ജമാകുമെന്നുള്ള പ്രതീക്ഷയാണ് ഇത്തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഉള്ളത്. മത്സരിച്ച മണ്ഡലങ്ങളിലെല്ലാം അതിശക്തമായിട്ടുള്ള പോരാട്ടം തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ നടത്തിയതെന്നത് ഈ ഒരു സാഹചര്യത്തിൽ പറയേണ്ടിയിരിക്കുന്നതാണ്. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിൽ മത്സരിച്ച വ്യക്തിയാണ് അവർ. ശബരിമല വിഷയം കത്തി നിൽക്കുന്ന കാലഘട്ടമായിരുന്നതിനാൽ വോട്ട് വിഹിതം ശോഭാ സുരേന്ദ്രൻ വലിയ രീതിയിൽ വർദ്ധിച്ചു. മുൻ തിരഞ്ഞെടുപ്പിൽ S ഗിരിജകുമാരി നേടിയിട്ടുള്ള 90,528 വോട്ടുകൾ ശോഭ 2,48,081 വോട്ടാക്കിയിട്ടാണ് ഉയർത്തിയതെന്നത് ഇവിടെ ഏറെ ശ്രദ്ധേയമാകുന്ന കാര്യമാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലാണ് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നത്. മുൻ തെരഞ്ഞെടുപ്പിൽ KS രാധാകൃഷ്ണൻ നേടിയിട്ടുള്ള 1.87 ലക്ഷം വോട്ട് ശോഭ 2.99 ലക്ഷമാക്കി മുകളിലേക്ക് ഉയർത്തുകയാണ് ചെയ്തത്. NDA-ക്ക് വലിയ സ്വാധീനമില്ല എന്ന് കരുതിയിരുന്ന മണ്ഡലത്തിൽ എതിരാളികളെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ശോഭയുടെ ആ പ്രകടനം. വോട്ട് വിഹിതം 17.24% നിന്ന് 28.3% ഉയർത്താൻ ശോഭാ സുരേന്ദ്രനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. പാലക്കാട്ടും ശോഭയ്ക്ക് മുന്നേറ്റം സാധിക്കുമെന്നതാണ് അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ ഇപ്പോഴത്തെ വിലയിരുത്തൽ. പാലക്കാട് നഗരസഭയും കണ്ണാടി, മാത്തൂർ, പിരിയാരി പഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം. ഇതിൽ പാലക്കാട് മണ്ഡലം ഭരിക്കുന്നത് BJP-ആണ്. മാത്തൂരും പിരായിരും UDF ആണ് ഭരിക്കുന്നത്. കണ്ണാടി മാത്രമാണ് CPM ഭരിക്കുന്ന പഞ്ചായത്തുള്ളത്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മത്സരത്തിൽ കോൺഗ്രസിന് 9,707 വോട്ടിന്റെ ലീഡാണ് ഉണ്ടായിരുന്നത്. രണ്ടാം സ്ഥാനത്ത് BJP ആണ് എന്നത് ഇവിടെ ശ്രദ്ധേയമാണ്. അതിനാൽ തന്നെ ശോഭാ സുരേന്ദ്രനെയാണ് പാലക്കാട് ഇറക്കുന്നതെങ്കിൽ പാർട്ടിക്ക് വിജയം ഉറപ്പെന്നുള്ള നിലപാടിലേക്കാണ് പാർട്ടി എത്തുന്നത്. എന്തായാലും ഇതിൽ കേന്ദ്ര നിലപാട് കൂടെ പരിഗണിച്ചിട്ടായിരിക്കും തീരുമാനമുണ്ടാകുക. എന്തായാലും രമേശ് പിഷാരടിക്ക് എതിരെ ശോഭാ സുരേന്ദ്രൻ വരും എന്നുള്ള തരത്തിൽ വാർത്തകൾ പുറത്തു വരികയാണ്. അങ്ങനെയാണെങ്കിൽ ശോഭാ സുരേന്ദ്രനെ തോൽപ്പിക്കാൻ രമേശ് പിഷാരടിയെ കൊണ്ട് സാധിക്കുമോ എന്നുള്ളൊരു വലിയ ചോദ്യം ഇവിടെ നിൽക്കുന്നുണ്ട്.